നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വൈദേകം റിസോർട്ട് കേന്ദ്രീകരിച്ച് വീണ്ടും രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ്താവനയിൽ വിശദീകരണവുമായി LDF കൺവീനർ EP ജയരാജൻ രംഗത്തെത്തി. രാജീവ് ചന്ദ്രശേഖറുമായി ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ല എന്നും ബിസിനസ് ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ അത് വി ഡി സതീശന് സൗജന്യമായി എഴുതി നൽകാമെന്നും EP ജയരാജൻ പറഞ്ഞു. ആരോപണം ആവർത്തിച്ച വി ഡി സതീശൻ EP ജയരാജൻ നിയമ നടപടിക്ക് പോയാൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും വ്യക്തമാക്കി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കളത്തിൽ EP ജയരാജനും വി ഡി സതീശനുമാണ് കൊമ്പ് കോർക്കുന്നത്. BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമെന്ന വി ഡി സതീശന്റെ ആരോപണം തള്ളി ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ ഇന്ന് രംഗത്തെത്തി. ആയുർവേദ ചികിത്സയ്ക്കാണ് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനവുമായി വൈദേകം റിസോർട്ട് കരാറുണ്ടാക്കിയത്. നിരാമയമായുള്ള എഗ്രിമെന്റിൽ തനിക്ക് ബന്ധമില്ല. താൻ വൈദികം റിസോർട്ടിൽ അഡ്വൈസർ മാത്രമാണ്. രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ അത് വി ഡി സതീശന് സൗജന്യമായി എഴുതി നൽകാമെന്നും EP ജയരാജൻ. ആ രാജീവ് ചന്ദ്രശേഖരനെയുമായി എന്തിനാ എന്നെ ബന്ധിപ്പിച്ചത്? എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് മുഴുവൻ വി ഡി സതീശന് സൗജന്യമായി കൊടുക്കുന്നു. വൈദികം എന്ന് പറയുന്നത് ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രമാണ്. എന്നാൽ വി ഡി സതീശൻ ആരോപണത്തിൽ ഉറച്ചു നിന്നു. EP ജയരാജന്റെ കുടുംബാംഗങ്ങൾ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി പ്രതിനിധികളുമായി നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്. പണ്ട് അന്തർധാര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പാർട്ണർഷിപ്പ് നടത്താനുള്ള തരത്തിൽ ബന്ധം വളർന്നുവെന്നും വി ഡി സതീശൻ. പണ്ട് അന്തർധാര മാത്രമായിരുന്നു CPM-ഉം BJP-യും തമ്മിൽ. ഇപ്പം അന്തർധാരയൊക്കെ കടന്ന് പരസ്പരം ബിസിനസ് ഒരുമിച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള പാർട്ണർഷിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള അതിലേക്ക് ബന്ധങ്ങൾ വളർന്നിരിക്കുന്നു. EP ജയരാജനെ കണ്ടിട്ടില്ലെന്നും ബിസിനസ് ബന്ധമുണ്ടെങ്കിൽ അത് ആരോപിക്കുന്നവർ തെളിയിക്കട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ. ഞാൻ EP ജയരാജനെ ആദ്യം ഇതുവരെ കണ്ടിട്ടുമില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കണക്ഷനും ഇല്ല. ഇത് സതീശൻ ജിൻ്റെയും കോൺഗ്രസിൻ്റെയും തലയിൽ അങ്ങനെ ഓരോരോ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അവർ മുമ്പോട്ട് പോകട്ടെ. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. EP ജയരാജൻ നിയമ നടപടിക്ക് പോയാൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന നിലപാടിലാണ് വി ഡി സതീശൻ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം LDF-ഉം BJP-യും തമ്മിലെന്ന പരാമർശത്തിൽ മലക്കം മറിഞ്ഞ് EP ജയരാജൻ. ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പാണ് താൻ നൽകിയതെന്ന് EP-യുടെ വിശദീകരണം. EP ജയരാജനെ തള്ളി മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറിയും നേരത്തെ രംഗത്തെത്തിയിരുന്നു. നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ആരും ചോദിച്ചില്ല. മറ്റ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ കുറിച്ചും ചോദിച്ചില്ല. പൊതുവെ പ്രഖ്യാപിച്ചിട്ടുള്ള BJP തന്നെ ചില സ്ഥാനാർത്ഥികളെ മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ആ പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ എൻ്റെ CPM-ൻ്റെ രാഷ്ട്രീയം ആരെങ്കിലും വ്യക്തിഹത്യ നടത്താനോ പരിഹസിക്കാനോ പോവുക എന്നുള്ളതല്ല. രാജ്യത്തിൻ്റെ ആപത്തുണ്ട്. ഇത് ഉപയോഗപ്പെടുത്താനാണ് BJP സംഘപരിവാർ ശ്രമിക്കുന്നത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം, നമ്മളെല്ലാം മനസ്സിലാക്കണം. അതീവ ജാഗ്രത വേണം. അതാണ് ഞാൻ കൊടുത്ത സന്ദേശം. പത്മജ വേണുഗോപാലിനെയും ദീപ്തി മേരി വർഗീസിനെയും CPIM-ലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെന്ന വിവാദ ദല്ലാൽ TG നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലും EP തള്ളി. അത്തരം നീക്കം നടത്തിയിട്ടില്ലെന്നും ദല്ലാൽ നന്ദകുമാറിനെ അറിയില്ല എന്നുമാണ് EP ജയരാജന്റെ പ്രതികരണം. ഞാൻ പത്മജ വേണുഗോപാലിനെ CPM-ലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഇങ്ങോട്ടല്ലേ വരേണ്ടത്? അവർ പോയത് BJP-യിലേക്കല്ലേ? അപ്പോൾ പറയുന്നതിന് എന്താ അടിസ്ഥാനം? അവർ കോൺഗ്രസിൻ്റെ ഒരാളാണ്. അവരെങ്ങനെ പ്രത്യേകിച്ച് ഈ CPM-ലേക്ക് കൊണ്ടുവരേണ്ടത്? അവർക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്കൊന്നും ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർ ഈ കേരളത്തിൽ തന്നെ ഇല്ലെന്നാണ് തോന്നുന്നു. ഞങ്ങൾക്ക് ഏതെങ്കിലും തെറ്റായ വഴി സ്വീകരിച്ച് ആരെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യവും കേരളത്തിലെ പാർട്ടിക്കില്ല. നിങ്ങൾ ഈ പറയുന്നവരൊക്കെ ആരാ, എന്താണ്, ആരാണവർ? എനിക്കറിയുന്ന കൂട്ടരൊന്നുമല്ല ഇത്. ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറയുന്നു. എന്നാൽ EP-യുമായി അടുപ്പമുണ്ട് എന്നായിരുന്നു TG നന്ദകുമാറിന്റെ പ്രതികരണം. എന്നെ അറിയില്ലെന്നാണ് പറഞ്ഞത്. ദല്ലാൽ നന്ദകുമാറിനെ അറിയില്ലെന്നാണ് പറഞ്ഞത്. ദല്ലാൽ നന്ദകുമാറിനെ അറിയില്ല, അങ്ങനെ ഒരു പേര് എനിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ശരിയായിരിക്കും. എന്നെ അങ്ങനെയല്ല, എന്നെ കുമാറെന്ന് അദ്ദേഹം വിളിക്കുന്നത്. അങ്ങനെ അറിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ കണ്ടത് അദ്ദേഹത്തെ അറിയാല്ല. ഇവിടെ ഒരു കലണ്ടർ അവിടെ തൂങ്ങി കിടപ്പുണ്ട്, ഈ അമ്പലത്തിൻ്റെ അപ്പുറത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഇവിടെ വന്നതിൻ്റെ മനസ്സിലായില്ലേ? അപ്പോൾ എന്തുമില്ലെങ്കിൽ വരില്ലല്ലോ. അതെനിക്കറിയില്ല. അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ഞാൻ അദ്ദേഹത്തോട് ഒരുമിച്ചാണെങ്കിൽ ആ ചോദ്യത്തിന് ഞാനും അദ്ദേഹം ആൻസർ പറയാൻ മതി. അദ്ദേഹം വേറെ സ്ഥലത്തിരുന്ന് പറഞ്ഞു, ഞാൻ മറ്റൊരു സ്ഥലത്തിരുന്ന് പറയണം. ഞാനെങ്ങനെ പറയും അറിയില്ലെന്ന് പറഞ്ഞു? അദ്ദേഹം ക്ഷണിച്ചിട്ടില്ല, അവർ കാണാമെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ല, ദീപ്തി മേരി വർഗീസിനെ അദ്ദേഹം ക്ഷണിച്ചിട്ടില്ല, അദ്ദേഹത്തെ കാണാമെന്നാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അന്ന് അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ വന്നാണ് കണ്ടത്.
അല്ല, ഒരിക്കൽ വന്നിരുന്നു അന്ന് ഭക്ഷണം കഴിഞ്ഞ വർഷത്തെ ഉത്സവ സമയത്ത്, അതിനുശേഷം വന്നിട്ടില്ല. അസത്യ പരാമർശം നടത്തിയതിന് LDF കൺവീനർ EP ജയരാജനെതിരെ നിയമ നടപടിക്ക് 24. കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് 24-നെതിരെ അസത്യ പരാമർശങ്ങൾ നടത്തിയത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി സതീഷ് കുമാറിന്റെ ഡ്രൈവർ നടത്തിയ വെളിപ്പെടുത്തൽ സംപ്രേഷണം ചെയ്തതാണ് EP ജയരാജന്റെ ആരോപണത്തിന് പിന്നിൽ. മുഖ്യപ്രതികളിൽ ഒരാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴിയിലും EP ജയരാജനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മുംബൈയിൽ കൈകോർത്ത് പ്രതിപക്ഷം. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് നടത്തിയ മെഗാ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദി മികച്ച നടനാണെന്നും രാജാവിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് വോട്ടിംഗ് മെഷീനിൽ മാത്രമാണെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു. മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളുമെല്ലാം ഭരണകൂടം നിയന്ത്രിക്കുന്നു. തൊഴിലില്ലായ്മ, അക്രമം, വിലക്കയറ്റം, കർഷക പ്രശ്നങ്ങളൊന്നും ചർച്ചയാകുന്നില്ല. അത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷം 4000 കിലോമീറ്റർ ദൂരം നടക്കേണ്ട സ്ഥിതിയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. नहीं, तुम्हारे देश ने तुम्हें धोखा नहीं दिया, तुम्हारी सेना ने तुम्हें धोखा नहीं दिया, उसी शक्ति ने तुम्हें धोखा दिया है. नरेंद्र मोदी भाइयों और बहनों सिर्फ मास्क है, मुखौटा है. जैसे ये बॉलीवुड के एक्टर हैं, उनको रोल दिया गया है कि भैया आज सुबह आपको ये करना है, कल आपको ये बोलना है, परसों आप ये करोगे, सुबह उठ के समुद्र के नीचे जाओ, चलो सी प्लेन में उड़ो. 56 इंच की छाती नहीं है, खोखला व्यक्ति. മുംബൈയിലെ ശിവാജി പാർക്കിൽ നടന്ന സമ്മേളനം ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടനമായി മാറി. മല്ലികാർജ്ജുൻ ഖർഗെ, ശരത് പവാർ, MK സ്റ്റാലിൻ, ഉദ്ധവ് താക്കറെ, ഫറൂഖ് അബ്ദുള്ള, തേജസ്വി യാദവ്, മെഹബൂബ മുഫ്തി, പ്രിയങ്ക ഗാന്ധി, രേവന്ത് റെഡ്ഡി തുടങ്ങിയവർ വേദിയിൽ അണിനിരന്നു. ഇലക്ട്രൽ ബോണ്ട് BJPയുടെ വൈറ്റ് കോളർ അഴിമതിയാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആരോപിച്ചു. PM Modi stooped down to defame our alliance. He calls India alliance corrupt. But electoral bond scam proved BJP is corrupt. Who collected 8,000 crore rupees in the name of electoral bonds? It is a white collar corruption of BJP. Can such PM talk about corruption? വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, പ്രതിപക്ഷത്തിന്റെ ശക്തിപ്രകടന വേദിയായി അത് മാറി, സമ്മേളന പരിപാടി മാറി. മോദിയെ, കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്നു രാഹുൽ ഗാന്ധിയൊപ്പം തന്നെ മറ്റു പ്രതിപക്ഷ നേതാക്കളും. വിവരങ്ങൾ എങ്ങനെയാണ് ശ്രീനാഥ് ചന്ദ്രൻ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന കാഴ്ചകളാണ് ഇന്നിപ്പോൾ ശിവാജി പാർക്കിൽ കണ്ടത്. ഇപ്പോഴും പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്നണിയിലെ ഒരു ഐക്യം അത് എത്രത്തോളം ഉണ്ട് എന്ന് വിളിച്ചറിയിക്കുന്ന തരത്തിലൊരു റാലിയായിരുന്നു യഥാർത്ഥത്തിൽ അവർ പ്ലാൻ ചെയ്തത്. ഏതാണ്ട് ആ മട്ടിലുള്ള തരത്തിൽ തന്നെ ആ റാലി മുന്നോട്ട് പോകുന്നു. അഖിലേഷ് യാദവ് ഒഴികെയുള്ള മറ്റ് പ്രതീക്ഷിച്ച നേതാക്കളൊക്കെ തന്നെ എത്തി. അഖിലേഷ് ആവട്ടെ 20-ാം തീയതി മാർച്ച് 20-ന് നോമിനേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തിൽ പറയുന്നുമുണ്ട്. ആ കത്തും പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് അഖിലേഷ് ഏതെങ്കിലും തരത്തിൽ പിണങ്ങി മാറി നിൽക്കുന്നതല്ല, സാങ്കേതികമായി അദ്ദേഹത്തിന് അവിടെ നിൽക്കേണ്ട സാഹചര്യം കൊണ്ട് മാത്രം വരാതിരിക്കുന്നതാണ്. മറ്റെല്ലാ നേതാക്കളും എത്തി. ഇടതു പാർട്ടികൾ CPIയും CPMും വിട്ടുനിന്നു. അതിന് പക്ഷേ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ വന്ന നേതാക്കളുടെ വലിപ്പം കൊണ്ടും അവർ ഉയർത്തിയ നിലപാട് കൊണ്ടും ഒക്കെ തന്നെ ഈ പരിപാടി വളരെ ശ്രദ്ധേയമായി മാറി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ MK സ്റ്റാലിനൊക്കെ പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം പറഞ്ഞത് ഇത് രാജ്യത്തിനായുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ മുംബൈയിലേക്ക് യാത്ര എത്തിയെങ്കിൽ ഇനി യാത്ര പോകാൻ പോകുന്നത് ദില്ലിയിലേക്കാണ്. ഒരുമിച്ച് നിന്നാൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന് പറയുന്നു. ഉദ്ധവ് താക്കറെയും അതാണ് പറഞ്ഞത്. ഏകാധിപതികളെ ഇല്ലാതാക്കാൻ ജനങ്ങളുടെ ഒരുമ കൊണ്ട് സാധിക്കുമെന്ന് പറയുന്നു. ഫറൂഖ് അബ്ദുള്ള നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ EVMുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുള്ള അതൃപ്തി അദ്ദേഹം പറയുകയും ചെയ്തു. EVM ഒരു തട്ടിപ്പാണ്, ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങേണ്ട സമയമായി. പക്ഷേ അതിനുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഒരുങ്ങാത്തത് നിരാശാജനകമാണെന്ന് അദ്ദേഹം പറയുന്നു. ക്വിറ്റ് ഇന്ത്യ
ആഹ്വാനം മഹാത്മാഗാന്ധി നടത്തിയ മണ്ണാണ് മുംബൈയിലേത്. അവിടെ വെച്ച് ഈ സർക്കാരിൽ നിന്ന്, കേന്ദ്ര സർക്കാരിൽ നിന്ന് BJPയോട് ഒഴിഞ്ഞു പോകാനുള്ള ആഹ്വാനമാണ് ഞങ്ങൾ നടത്തുന്നതെന്ന് ശരത് പവാർ പറഞ്ഞു. അങ്ങനെ ഓരോ നേതാക്കളുടെ വാക്കുകളിലേക്ക് വന്നാൽ വലിയ ആത്മവിശ്വാസം, അതിനൊപ്പം തന്നെ നിലവിൽ BJP സർക്കാരിനെതിരായ അവരുടെ എതിർപ്പും ഒക്കെ തന്നെ പ്രകടമായിരുന്നു. ജനപങ്കാളിത്തം കൊണ്ട് എല്ലാ പാർട്ടികളും ഒരുമിച്ച് വരുന്ന സമയത്ത് അവിടെ പാർട്ടി പ്രവർത്തകരുടെ എണ്ണത്തിനും പ്രാധാന്യമുണ്ട്. ഈ ശിവാജി പാർക്ക് ഏതാണ്ട് നിറഞ്ഞു കവിയുന്ന തരത്തിൽ ആളുകൾ കൂടി എത്തിയതോടെ ഒരു വമ്പൻ റാലിയെ യഥാർത്ഥത്തിൽ ഭാരത് ജോഡോ യാത്രയുടെ സമാപനവുമായി ബന്ധപ്പെട്ട ഈ റാലി മാറുകയും ചെയ്തു. ഏതായാലും ഇനിയിപ്പോൾ വളരെ വേഗം സീറ്റ് വിഭജന ചർച്ചകൾ അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇന്നത്തെ റാലിയിൽ നിന്ന് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് കിട്ടിയ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ വഞ്ചിത് ബഹുജൻ അഗാഡിയുടെ പ്രകാശ് അംബേദ്കർ ഈ യോഗത്തിലേക്ക് എത്തി, റാലിയിലേക്ക് എത്തി എന്നതാണ്. അദ്ദേഹമായുള്ള സീറ്റ് വിഭജന ചർച്ചകളായിരുന്നു ഇങ്ങനെ നീണ്ടുപോയത്. അതും ആകെ മുന്നണിയുടെ സീറ്റ് പ്രഖ്യാപനത്തെയൊക്കെ തന്നെ വൈകിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും അദ്ദേഹം ഇങ്ങോട്ട് എത്തിയതോടെ ഒരു സഖ്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ 3-4 ദിവസത്തിനുള്ളിൽ തന്നെ മഹാരാഷ്ട്രയിൽ അടക്കം ചിത്രം വ്യക്തമാവുകയും ചെയ്യും. ശരി, ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു മുംബൈയിൽ നിന്ന്. ഇലക്ട്രൽ ബോണ്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2019 ഏപ്രിൽ 12 സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രകാരം രാഷ്ട്രീയ പാർട്ടികൾ മുദ്രവെച്ച കവറിൽ നൽകിയ വിവരങ്ങളാണ് പുറത്തുവിട്ടത്. 2019 ശേഷം നൽകിയ ബോണ്ടുകളുടെ സീരിയൽ നമ്പർ വെളിപ്പെടുത്തുന്നതിൽ SBI മറുപടി നൽകേണ്ട സമയം നാളെ അവസാനിക്കും. പകർപ്പുകൾ കൈവശമില്ലാത്തതിനാൽ മുദ്രവെച്ച കവറിൽ നൽകിയ വിവരങ്ങൾ തിരികെ വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യം അംഗീകരിച്ച സുപ്രീം കോടതി പകർപ്പുകൾ എടുത്ത ശേഷം വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. ഇതാണ് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ കമ്മീഷൻ പുറത്തുവിട്ടത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 1450 കോടിയുടെ ബോണ്ട് BJPക്ക് ലഭിച്ചു. കോൺഗ്രസിന് 383 കോടിയുടെ ബോണ്ടും ലഭിച്ചു. 2019-20 കാലയളവിൽ 2555 കോടിയുടെ ബോണ്ടുകളാണ് BJPക്ക് ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് ബോണ്ടിലൂടെ പണം ലഭിച്ച പാർട്ടികളിൽ 2ാം സ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് 3ാം സ്ഥാനത്തും BRS 4ാം സ്ഥാനത്തും. DMK പാർട്ടിക്ക് ലഭിച്ച 656.5 കോടിയിൽ 509 കോടി രൂപ സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിംസിൽ നിന്നാണ്. 2019 മുതൽ 2024 വരെ വിവിധ സ്ഥാപനങ്ങൾ വാങ്ങുകയും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുകയും ചെയ്ത ബോണ്ടുകളുടെ പട്ടിക കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഏത് കമ്പനി ഏതൊക്കെ പാർട്ടിക്ക് ബോണ്ട് നൽകി എന്നത് വ്യക്തമായിരുന്നില്ല. ബോണ്ടിന്റെ സീരിയൽ നമ്പർ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്ന് സുപ്രീം കോടതി SBIയോട് ചോദിച്ചിരുന്നു. ഇക്കാര്യത്തിൽ മറുപടി പറയാൻ SBIക്ക് നാളെ വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. 24 ഡൽഹി. വാർത്താമഴയിലേക്ക് വീണ്ടും. തമിഴ്നാട്ടിൽ K. പൊന്മുടിയെ മന്ത്രിയാക്കുന്നതിൽ എതിർപ്പറിയിച്ച് ഗവർണർ RN രവി. സത്യപ്രതിജ്ഞ നടത്താൻ സാധിക്കില്ലെന്നറിയിച്ച് മുഖ്യമന്ത്രി MK സ്റ്റാലിന് ഗവർണർ കത്തയച്ചു. പൊന്മുടിക്കെതിരായ അഴിമതി കേസിൽ ശിക്ഷാവിധി മരവിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും കുറ്റവിമുക്തനാക്കിയിട്ടില്ലെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന്. മനേഷ്, ഗവർണർ നിലപാട് വ്യക്തമാക്കുന്നു. സർക്കാർ ഇനി ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുക? മനേഷ്, ശ്രീജിത്ത്, ഈ പറഞ്ഞ രീതിയിൽ, അതായത് മുഖ്യമന്ത്രി കത്ത് നൽകിയതിനു ശേഷം വളരെ വേഗത്തിലാണ് ഗവർണർ RN രവി ഡൽഹിയിലേക്ക് പോയത്. അവിടെ പോയി നിയമോപദേശം തേടി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ചെന്ന് ഇന്നിപ്പോൾ രാത്രിയിലാണ് ഇത്തരത്തിലൊരു മറുപടി കത്ത് മുഖ്യമന്ത്രിക്ക് നൽകുന്നത്. ആ കത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അത് കുറ്റവിമുക്തനാക്കുക എന്നൊരു കാര്യം സുപ്രീം കോടതി ചെയ്തിട്ടില്ല. ഹൈക്കോടതിയുടെ വിധി, അതായത് ശിക്ഷാവിധി റദ്ദാക്കുക എന്നത് മാത്രമാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊന്മുടിയെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആ കത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായി തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ്, എന്തായാലും നിയമപരമായി തന്നെയാണ് ഗവർണർ മുൻപോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. കാരണം കുറ്റവിമുക്തനാക്കാത്ത അല്ലെങ്കിൽ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടു, ആ ശിക്ഷ സുപ്രീം കോടതി താൽക്കാലികമായി റദ്ദാക്കുന്നു. പക്ഷേ കുറ്റവിമുക്തനാക്കണമെന്ന ഹർജി ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിൽക്കുന്നുണ്ട്. അതിന് മറ്റൊരു ബെഞ്ചിലേക്ക് ആ കേസ് മാറ്റുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ ആ കേസ് ഉടനെ തന്നെ പരിഗണിക്കുകയും അതിനുശേഷമായിരിക്കും ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. മാത്രമല്ല, അതിൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഇത്തരത്തിലൊരു സംസ്ഥാനത്തിലൊരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കൂടി വേണ്ടിവരും. ആ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ കൂടി എന്തായാലും ഇതിനുണ്ട്. എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇനിയും K. പൊന്മുടി കുറച്ചധികം കാലം കൂടി അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി
കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിലാണ് എന്തായാലും ഗവർണറുടെ ഒരു നിലപാട് ഇക്കാര്യത്തിലുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ ഇന്നിപ്പോൾ കത്ത് മുഖേന മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ നിന്നും വിധി വന്ന സാഹചര്യത്തിലാണ്, അതായത് ശിക്ഷാവിധി റദ്ദാക്കിയ അല്ലെങ്കിൽ താൽക്കാലികമായി റദ്ദാക്കിയ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാനുള്ള സമയം അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു മുഖ്യമന്ത്രി ഗവർണർ ആർ എൻ രവിക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് അന്ന് തന്നെയാണ്, അതിന് പിറ്റേ ദിവസം രാവിലെയാണ് ഗവർണർ ആർ എൻ രവി ഡൽഹിയിലേക്ക് പോകുന്നത്. അതിനുശേഷം ഇന്നാണ് ആ കത്തിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നത്. തമിഴ്നാട്ടിൽ കെ പൊന്മുടിയെ മന്ത്രിയാക്കുന്നതിൽ എതിർപ്പറിയിച്ച് ഗവർണർ സി എൻ രവി. കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി അനുവിനെ കൊലപ്പെടുത്തിയത് തോട്ടിലേക്ക് തള്ളിയിട്ട് ചെളിയിലേക്ക് മുഖം താഴ്ത്തിയെന്ന് പോലീസ്. കേസിൽ 2 പേർ അറസ്റ്റിൽ. പ്രധാന പ്രതി കൊണ്ടോട്ടി സ്വദേശി മുജീബ് റഹ്മാൻ, സഹായം നൽകിയ അബൂബക്കർ എന്നിവരുടെ അറസ്റ്റാണ് പേരാമ്പ്ര പോലീസ് രേഖപ്പെടുത്തിയത്. 50ഓളം കേസുകളിൽ പ്രതിയാണ് മുജീബെന്നും പോലീസ് വ്യക്തമാക്കി. ഇന്നലെ വൈകിട്ടാണ് അനുവിനെ കൊലപ്പെടുത്തിയ മുജീബ് റഹ്മാനെ കൊണ്ടോട്ടിയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്യുകയും ബൈക്ക് ഉപേക്ഷിച്ച് എടവണ്ണപ്പാറയിലും സ്വർണം വിൽക്കാൻ ശ്രമിച്ച കൊണ്ടോട്ടിയിലെ ജ്വല്ലറിയിലും എത്തിച്ച് തെളിവെടുക്കുകയും ചെയ്തു. സ്വർണം വിൽപ്പന നടത്താൻ സഹായിച്ചതിനാണ് കൊണ്ടോട്ടി സ്വദേശി അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത്. തോട്ടിലേക്ക് തള്ളിയിട്ട അനുവിനെ പിന്നീട് പാലത്തിനടിയിലേക്ക് വലിച്ചു മാറ്റിയ ശേഷം ചെളിയിലേക്ക് മുഖം താഴ്ത്തിയാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ്. നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു സസ്പിഷൻ വരാൻ മെയിൻ ആയിട്ടുള്ള കാരണം വിക്ടിമിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന സ്വർണം. ദാറ്റ് ഈസ് അവർ മെയിൻ ലീഡ്. കൊണ്ടോട്ടിയിലുള്ള മുജീബ് നമ്മുടെ ഒരു പ്രൈം സസ്പെക്റ്റായി വന്നു. മലപ്പുറം പോലീസിനോട് ഷെയർ ചെയ്തു. അവരുടെ ഇൻപുട്സ് കിട്ടി. അത് പ്രകാരം സൈബർ സെല്ലിന്റെ സഹായത്തോടെയും മലപ്പുറം പോലീസിലെ സഹായത്തോടെയും നമുക്ക് ഇദ്ദേഹത്തിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. ലൊക്കേറ്റ് ചെയ്തിട്ട് പ്രതിയെ നമുക്ക് പിടിക്കാൻ പറ്റി. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് കുടുംബം. തൈറോയിഡിന്റെ ഓപ്പറേഷൻ വേണ്ടി വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പൂക്കുവരമായിരുന്നു. ഞാൻ പുറത്തായിരുന്നു. ഞാൻ വരാൻ നോക്കിയതാണ്. അവള് പറഞ്ഞു, ഏട്ടൻ കാല് സുഖമായിട്ട് വന്നാൽ മതി, ആ കോലത്തിൽ ഏട്ടനെ കാണണ്ട പറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഓനെ കാണിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം പറ്റിയത്. എന്തായാലും പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറയാമല്ലോ. ഭർത്താവിന്റെ അടുത്ത് വേഗം എത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് അനുവിനെ ബൈക്കിൽ കയറ്റിയത്. ബൈക്ക് പ്രതി മുജീബ് മട്ടന്നൂരിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് പോലീസ് കണ്ടെത്തി. ബൈക്ക് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത്. ബലാത്സംഗം, മോഷണം ഉൾപ്പെടെ 55 കേസുകളിലെ കൊടും ക്രിമിനലാണ് മുജീബ് റഹ്മാൻ. ആഭരണങ്ങൾ കവരാൻ വേണ്ടിയാണ് അനുവിനെ പ്രതി വെള്ളത്തിൽ മുക്കിക്കൊന്നതെന്നും പോലീസ് സ്ഥിരീകരിച്ചു. 24 കോഴിക്കോട്. തിരുവനന്തപുരം പുല്ലുവിളയിൽ 6 സംഘത്തെ സംശയത്തിന്റെ പേരിൽ തടഞ്ഞുവെച്ച് നാട്ടുകാർ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘമെന്നാരോപിച്ചാണ് 4 സ്ത്രീകളെയും 2 പുരുഷന്മാരെയും നാട്ടുകാർ തടഞ്ഞുവെച്ചിരിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, എന്താണ് സംഭവം? പോലീസ് എന്താണ് പറയുന്നത്? രജിത്ത്, ഇന്ന് വൈകിട്ട് ഏതാണ്ട് 6:30 മണിയോടെയാണ് ഈ സംഭവം. പുല്ലുവിള പള്ളം, ഈ പള്ളത്തെ ഈ പള്ളിയിൽ വെച്ചിട്ടാണ്, ഈ പള്ളിയുടെ അടുത്തുകൂടി സമീപത്തുകൂടി നടന്നു പോയ ഒരു 6 സംഘത്തെ നാട്ടുകാർ തടഞ്ഞു വെച്ചത്. ഇവർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ വന്ന സംഘമാണെന്ന സംശയത്തിൽ തുടർന്നാണ് ഇവരെ നാട്ടുകാർ തടഞ്ഞത്. പിന്നീട് ഇവരെ ഈ പള്ളിയുടെ മേടയിൽ ഇവരെ പൂട്ടിയിടുകയായിരുന്നു. പിന്നീട് പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. പോലീസ് എത്തി ഇവരെ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാരെല്ലാം കൂടി ഒത്തുകൂടി, നാട്ടുകാർ ആൾക്കൂട്ടം കൂടി ഇവരെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇവരെ പോലീസ് കൃത്യമായി ചോദ്യം ചെയ്ത ശേഷം ഇവരെ കൈകാര്യം ചെയ്യും, ഇവരെ കയ്യേറ്റം ചെയ്യാനുള്ളൊരു സമീപനത്തിലേക്ക് ആളുകൾ കടക്കുകയായിരുന്നു. പിന്നീട് വൻ പോലീസ് സന്നാഹം ഇവിടെ എത്തി. സമീപത്തെ എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് എത്തി, വൻ ആളുകൾ എത്തിയാണ് ഇവരെ ഇപ്പോൾ ഇവിടുന്ന് മോചിപ്പിച്ചത്. തിരുവനന്തപുരം പുല്ലുവിളയിലാണ് 6 സംഘത്തെ സംശയത്തിന്റെ പേരിൽ നാട്ടുകാർ തടഞ്ഞുവെച്ചിരിക്കുന്നത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ വന്ന സംഘം എന്നാരോപിച്ചുകൊണ്ടാണ് 4 സ്ത്രീകളെയും 2 പുരുഷന്മാരെയും നാട്ടുകാർ തടഞ്ഞുവെച്ചിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അജീഷ് ജയകുമാർ അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വാർത്താമഴയിലേക്ക് വീണ്ടും. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ. Co-sponsored by Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. കേരളത്തിൽ ഒഴിച്ചിട്ട സീറ്റുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിലാക്കാൻ NDA. എറണാകുളത്ത് മേജർ രവി സ്ഥാനാർത്ഥിയായേക്കും. ആലത്തൂരിൽ പാലക്കാട് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസുവിനെയാണ് പരിഗണിക്കുന്നത്.
കൊല്ലത്തെ സ്ഥാനാർത്ഥി ചർച്ചയും അന്തിമഘട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷവും എറണാകുളം ഉൾപ്പെടെയുള്ള പ്രധാന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനാകാതെ വലയുകയാണ് NDA. ഒഴിച്ചിട്ട സീറ്റുകളിൽ മറ്റു മുന്നണികളിൽ നിന്നെത്തുന്നവരെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളാക്കാനുള്ള നീക്കം പാളിയതോടെയാണ് പുതിയ തന്ത്രം. എറണാകുളത്ത് മേജർ രവിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് തീരുമാനം. കെ സുരേന്ദ്രൻ നേരിട്ടെത്തി നടത്തിയ ചർച്ചയിൽ മേജർ രവി സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചതായാണ് വിവരം. പാർട്ടിയുടെ പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് പാർട്ടി ഡിസിഷൻ ഈസ് പിന്നെ പാർട്ടി പറയുന്ന പോലെ ഞാൻ കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിപ്പോ എവിടെ നിൽക്കണം എന്ന് പറഞ്ഞാലും നമ്മളിപ്പോ അതാണല്ലോ അവർ പറഞ്ഞത്. പാർട്ടി പറഞ്ഞാൽ കേൾക്കണം എന്നുള്ളതിന്റെ മുകളിൽ ഐ ബി വാട്ട് എവർ ഇറ്റ് ഈസ് ഇത് കം അത് വരുന്ന സമയത്ത് എന്റേതായിട്ടുള്ള കൺസേൺ കൊടുത്തിട്ടുണ്ട്. എന്റേതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവരെത്രേ പറഞ്ഞുള്ളൂ. പാർട്ടി പറഞ്ഞാൽ കേൾക്കും. ആലത്തൂരിൽ വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസുവിനെയാണ് പരിഗണിക്കുന്നത്. വിരമിക്കൽ ദിവസം പ്രിൻസിപ്പലിന് SFI കുഴിമാടമൊരുക്കി യാത്രയാക്കിയ സംഭവം ഏറെ വിവാദമായിരുന്നു. ഇതിനു പിന്നാലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ അംഗമായി ഡോക്ടർ സരസുവിനെ BJP ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. കൊല്ലത്ത് 2 പേരുകളാണ് പരിഗണനയിലുള്ളത്. കുമ്മനം രാജശേഖരനെയോ BJP ജില്ലാ അധ്യക്ഷൻ BB ഗോപകുമാറിനെയോ സ്ഥാനാർത്ഥിയാക്കും. മത്സരിക്കാൻ താൽപര്യമില്ലെന്ന കുമ്മനം രാജശേഖരൻ പാർട്ടിയെ അറിയിച്ചതായാണ് വിവരം. അന്തിമ പട്ടിക തയ്യാറാക്കിയതിനു ശേഷം നാളെ പ്രഖ്യാപനം നടത്തിയേക്കും. 24 കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേഗത്തിലാക്കി കോൺഗ്രസ്. മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഇന്ത്യാ സഖ്യത്തിലെ നീക്കം. അതേസമയം BJPയുടെ 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിക്കും. ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാകും പ്രഖ്യാപിക്കുക. ദക്ഷിണേന്ത്യയിൽ ആധിപത്യം നേടാൻ സഖ്യ സാധ്യതകൾ തേടുകയാണ് BJP നേതൃത്വം. ആലുവയിൽ നിന്ന് ഇന്ന് രാവിലെ തട്ടിക്കൊണ്ടുപോയ 3 യുവാക്കളെക്കുറിച്ച് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും സൂചനയില്ല. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ തിരുവനന്തപുരം കണിയാപുരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ട AR ക്യാമ്പിലെ പോലീസുകാരൻ വാടകയ്ക്കെടുത്ത കാറാണ് ഇത്. രാവിലെ 7 മണി, ആലുവ നഗരം. റെയിൽവേ സ്റ്റേഷന് സമീപം ആൾക്കൂട്ടത്തിനിടയിൽ നിന്നാണ് 3 യുവാക്കളെ 4 അംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. മർദ്ദിച്ചവശരാക്കിയ ശേഷമാണ് 3 യുവാക്കളെ വാഹനത്തിൽ വലിച്ചുകയറ്റി കൊണ്ടുപോയതെന്ന് സ്ഥലത്തുണ്ടായിരുന്നവർ. ബഹളം കേട്ട് ആളുകൾ ഓടിക്കൂടിയെങ്കിലും കാർ അതിവേഗം ഓടിച്ചുപോയി. പോലീസ് എത്തി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ചുവന്ന ഇന്നോവ കാറിലാണ് യുവാക്കളുമായി സംഘം കടന്നതെന്ന് കണ്ടെത്തി. ഒരു പകൽ പിന്നിട്ടിട്ടും പോലീസിന് വാഹനത്തെക്കുറിച്ചോ അതിലുള്ളവരെക്കുറിച്ചോ സൂചനകളൊന്നും ലഭിച്ചില്ല. ഈ സമയം കൊണ്ട് വാഹനം കിലോമീറ്ററുകൾ താണ്ടി തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തു. കണിയാപുരത്ത് കായൽ തീരത്തോട് ചേർന്ന് ഉപേക്ഷിച്ച നിലയിൽ കാർ കണ്ടെത്തി. കാറിലുണ്ടായിരുന്നവർ ഓട്ടോറിക്ഷയിൽ കയറിപ്പോയെന്ന ദൃക്സാക്ഷികൾ. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ചെന്നെത്തിയത് പത്തനംതിട്ട AR ക്യാമ്പിൽ. ASI സുരേഷ് ബാബു വാടകയ്ക്കെടുത്ത കാറാണ് തട്ടിക്കൊണ്ടുപോകലിന് ഉപയോഗിച്ചത്. ഇയാളെ കഠിനംകുളം സ്റ്റേഷനിലെത്തിച്ച റൂറൽ SP-യുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യും. സംഘം കടന്നുകളഞ്ഞ ഓട്ടോ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പോലീസ് അന്വേഷണം. സമീപത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും. രാജീവ് ചന്ദ്രശേഖറും EP ജയരാജനും തമ്മിൽ ബന്ധമുണ്ടെന്നതിന് തെളിവായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ചിത്രം കോൺഗ്രസ് പുറത്തുവിട്ടു. EP ജയരാജന്റെ ഭാര്യയും മകനും രാജീവ് ചന്ദ്രശേഖറിന്റെ നിരാമയ റിട്രീറ്റ്സ് ജീവനക്കാരോടൊപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തുവന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഇതാ ചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഈ ചിത്രത്തിലുള്ളതാരൊക്കെ, വിശദാംശങ്ങൾ എങ്ങനെ ഷഫീദ്? രജിത്ത്, BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധം EP ജയരാജന്, LDF കൺവീനർ EP ജയരാജന് ബിസിനസ് ബന്ധമുണ്ടെന്ന് VD സതീശനായിരുന്നു ഉന്നയിച്ചെന്നാൽ ആ ആരോപണം തള്ളി ഇന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ രംഗത്തെത്തി. ആയുർവേദ ചികിത്സയ്ക്കാണ് രാജീവ് ചന്ദ്രശേഖർ സ്ഥാപനവുമായി വൈദികം റിസോർട്ട് കരാറുണ്ടാക്കിയതെന്നും നിരാമയമായുള്ള എഗ്രിമെന്റിൽ തനിക്ക് ബന്ധമില്ല എന്നും താൻ വൈദികം റിസോർട്ടിൽ അഡ്വൈസർ മാത്രമാണെന്നും രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമെന്ന് തെളിയിച്ചാൽ അത് VD സതീശന് സൗജന്യമായി നൽകാമെന്നും ഇന്ന് EP ജയരാജൻ പറഞ്ഞിരുന്നു. മാത്രമല്ല അതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്റെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി. മാത്രമല്ല കുടുംബാംഗങ്ങൾ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി പ്രതിനിധികൾ നിൽക്കുന്ന ചിത്രങ്ങൾ അത് താൻ പുറത്തുവിടും എന്നും പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ചിത്രത്തിൽ ഉള്ളത് EP ജയരാജന്റെ മകനും ഭാര്യയും നിരാമയിലെ ജീവനക്കാരോടൊപ്പം നിൽക്കുന്നതാണ്. മാത്രമല്ല ആ ദൃശ്യങ്ങളിലെ ഈ ബാക്ക്ഗ്രൗണ്ടിലടക്കം നമുക്ക് നിരാമയുടെ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ ചിത്രങ്ങളടക്കമുള്ള കാര്യങ്ങൾ കാണാനും സാധിക്കും. ഇതോടുകൂടി കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നിയമ നടപടി, അതായത് വ്യാജ ആരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്ന് EP ജയരാജൻ പറഞ്ഞൊരു സാഹചര്യത്തിൽ ഈ ചിത്രങ്ങൾ കൂടുതൽ പുറത്തുവിട്ട് EP ജയരാജനെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഈ കോൺഗ്രസ് ലക്ഷ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. രാജീവ് ചന്ദ്രശേഖറും ഇ പി ജയരാജനും തമ്മിൽ ബന്ധമുണ്ട് എന്നതിന്റെ തെളിവായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ചിത്രം അതാണിപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FC പരാജയപ്പെടുത്തി ശ്രീനിധി ഡക്കാൻ. 1-2 ഗോളുകൾക്കാണ് ശ്രീനിധി ഡക്കാന്റെ ജയം. ഗോകുലം കേരള പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്തായി. ഗോകുലം കേരള FCയെ വീഴ്ത്തിയിരിക്കുന്നു ശ്രീനിധി ഡക്കാൻ. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താമഴയുടെ സമയം പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.